PSC മാസ്റ്റർ എന്ന ചാനലിൻ്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, മലയാളത്തിൽ നിന്നും വാക്യശുദ്ധി, തെറ്റായ പ്രയോഗം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിൽ വാക്യശുദ്ധി വരുത്തുക എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് എന്നതായിരുന്നു ചോദ്യം. ഇതിൻ്റെ ഉത്തരം കൊടുത്തത് ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് എന്നതായിരുന്നു. അതേപോലെ പദശുദ്ധി വരുത്തുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. യഥോചിതം എന്നതിൻ്റെ പദശുദ്ധി വരുത്തുക. ഈ രണ്ട് ചോദ്യങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്നും വന്നവയാണ്. പദക്രമം തെറ്റായ രീതിയിലായിരുന്നു കൊടുത്തത്. അതായത് ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് എന്നതായിരുന്നു ശരിയായ ഉത്തരം. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഇതിൽ തെറ്റായ പ്രയോഗം പ്രമാണം, അതായത് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് എന്നതായിരുന്നു ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഇതിൽ പരീക്ഷാർത്ഥികൾ എന്നത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷാർത്ഥികൾ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻസ്: വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും. ഇതിൽ തെറ്റായ വാക്യം ഒന്നാമത്തെ വാക്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. അതായത് വീണ്ടും ഒരിക്കൽ കൂടി എന്നത് രണ്ടും ഒരേ ആശയം ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. വീണ്ടും ഒരിക്കൽ കൂടി എന്നിവ. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ വാക്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ അർത്ഥങ്ങൾ ആവർത്തിച്ച് വരുന്ന ഉദാഹരണങ്ങൾ നോക്കാം. ഏകദേശം 10,000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു കാണും. ഈ ഒരു വാക്യത്തിൽ ഏകദേശം, ഓളും, കാണും എന്നീ പദങ്ങൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് ഈ ഒരു തെറ്റായ വാക്യമാണിത്. മറ്റൊരു ഉദാഹരണം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താങ്കളുടെ സകുടുംബ സാന്നിധ്യം ക്ഷണിച്ചുകൊള്ളുന്നു. സാന്നിധ്യം എന്നാൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ തന്നെയാണ് സാന്നിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പങ്കെടുക്കാൻ, സാന്നിധ്യം എന്നിവ ഒരേ വാക്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്ര നിർമ്മാണത്തിന് താങ്കൾ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും സംഭാവന തരണം. കുറഞ്ഞത്, എങ്കിലും എന്നത് രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്യത്തിൽ തെറ്റ്. ആ രണ്ട് വാക്കുകളും വീണ്ടും ഉപയോഗിച്ചതാണ്. അടുത്തത്. കേവലം വെള്ളം മാത്രം കുടിച്ച് അവൻ 10 നാൾ കഴിഞ്ഞു. കേവലം, മാത്രം എന്നീ രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് ആ വാക്യത്തിൽ ഏതെങ്കിലും ഒരു പദം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അടുത്തത്. ഗ്രാമവാസികളും ആബാല വൃദ്ധജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ആബാല വൃദ്ധജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളും പെടുന്നു. അതുകൊണ്ട് ഗ്രാമവാസികൾ എന്ന് വേറെ തന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതായിരുന്നു ഈ ഒരു വാക്യത്തിലെ തെറ്റ്. അടുത്തത് ഒരു PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. തൻ്റെ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ്. മരുന്ന് വാങ്ങാൻ വന്ന ഗർഭിണികളായ സ്ത്രീകൾ വരിയിൽ നിൽക്കേണ്ടതില്ല. ഇതിൽ ഗർഭിണികളായ സ്ത്രീകൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മരുന്ന് വാങ്ങാൻ വന്ന ഗർഭിണികൾ വരിയിൽ നിൽക്കേണ്ടതില്ല. ഇതായിരുന്നു ഈ വാക്യത്തിൻ്റെ ശരിയായ രൂപം. ഇതുപോലെ തെറ്റുകൾ ഉള്ള വാക്യങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം എന്നതാണ്. അതായത് നാളെയോ അഥവാ മറ്റന്നാളോ എന്ന് പറയേണ്ടതില്ല. അതേപോലെ തന്നെ നമുക്ക് തമ്മിൽ പരസ്പരം എന്നീ രണ്ട് പദങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതുമില്ല. അതുകൊണ്ട് ശരിയായ ഉത്തരം നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം എന്നതാണ് ശരിയായ ഉത്തരം. ചായയോ അഥവാ കാപ്പിയോ കുടിക്കാം എന്ന് പറയേണ്ടതില്ല.
ചായയോ കാപ്പിയോ കുടിക്കാം. ഇതാണ് ശരിയായ വാക്യം. അടുത്തത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം. ഈ വാക്യത്തിലെ തെറ്റായ പദമാണ് ഹാർദവം. ഹാർദമായ സ്വാഗതം എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹാർദവമായ സ്വാഗതം എന്നത് തെറ്റായ പ്രയോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഏറ്റവും കൂടുതൽ തവണ PSC മലയാളം ചോദ്യങ്ങളിൽ ചോദിച്ചൊരു വാക്കാണ് അടിമത്വം. അടിമത്വം എന്നത് തെറ്റായൊരു പ്രയോഗമാണ്. അടിമത്തം എന്നതാണ് ശരിയായ പ്രയോഗം. ഈ വാക്യത്തിൽ തെറ്റ് എന്ന് പറയുന്നത് അടിമത്വം എന്ന വാക്കാണ്. ശരിയായത് അടിമത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുഗ്രഹീതരായ ഒട്ടേറെ കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം. ഇതിലെ തെറ്റായ പ്രയോഗം ഏത്? ഉത്തരം അനുഗ്രഹീതരായ എന്നതാണ്. അനുഗ്രഹീതരായ എന്ന് എഴുതേണ്ടത് അനുഗ്രഹീതരായ എന്നാണ്. ഇതുപോലെ പല വാക്കുകളും തെറ്റായി എഴുതുന്നത് മൂലം വാക്യങ്ങളിൽ തെറ്റുവരുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. പ്രവൃത്തി എന്നതാണ് ശരിയായ രൂപം, പ്രവൃത്തിയല്ല. സ്രഷ്ടാവ്, സാധാരണ സൃഷ്ടാവ് എന്ന് തെറ്റിക്കൊടുക്കും, സ്രഷ്ടാവ് എന്നതാണ് ശരി. അനുഗ്രഹീതൻ എന്ന് തെറ്റായി കൊടുക്കും. ഹ്രസ്വം എന്നുള്ളത് ഹ്രസ്വം എന്ന് സാധാരണ എഴുതി കാണാറുണ്ട്. പ്രസ്താവന തായാണ്, പ്രസ്താവനയല്ല. നിഘണ്ടു എന്നുള്ളത് നിഘണ്ടു. ഇത് രണ്ടും നായും ഡായും കൂടിയൊരു വാക്ക് ചേർക്കാറുണ്ട്. ശരിയായ രൂപം നിഘണ്ടു എന്നതാണ്. ഇത് കഴിഞ്ഞൊരു PSC LDC പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. മറ്റൊന്ന് പ്രാഗൽഭ്യം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു വാക്കാണ് അടിമത്തം. അടിമത്തം എന്നതാണ് ശരിയായ രൂപം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.